നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ഓൺമി ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ്. ഒഴിവായതോ ഒഴിവാക്കിയതോ? ബാർക്കോടയിൽ കെ ബാബുവിനെതിരായ അന്വേഷണം വിജിലൻസ് ഡയറക്ടർ വിൻസെന്റ് എം പോളിന്റെ മേൽനോട്ടത്തിൽ. അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് ADGP ജേക്കബ് തോമസ്. മാറ്റണമെന്നാവശ്യപ്പെട്ടത് നേരത്തെ ബാബുവിന്റെ വകുപ്പിൽ പ്രവർത്തിച്ചതുകൊണ്ട്. അന്വേഷണത്തിൽ മേൽനോട്ടം വഹിച്ചാൽ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് ജേക്കബ് തോമസ്. 15 ദിവസത്തിനുള്ളിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കും. ബാബുവിനെതിരെ പ്രത്യേക അന്വേഷണം വേണമെന്ന് തീരുമാനിച്ചത് ഇന്നലെ. ബാർക്കോഴയിൽ മാണിക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് ഉടൻ. മാണിയെ ഉടൻ ചോദ്യം ചെയ്യാനും വിജിലൻസ് തീരുമാനം. തീയതിയും സമയവും അറിയിക്കാൻ നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കുന്നത് അതിനുശേഷം. ക്രൂരതയുടെ തുടർക്കഥ. പഞ്ചാബിലെ ക്രൂരപീഡനത്തിൽ രാജ്യമെങ്ങും പ്രക്ഷോഭം. സംഭവം നടന്ന മോഗയിൽ നിന്ന് കൂട്ടമാനഭംഗത്തിന്റെ ഞെട്ടിക്കുന്ന വാർത്ത വീണ്ടും. കഴിഞ്ഞ രാത്രിയിലുണ്ടായ പുതിയ സംഭവത്തിൽ 12 പേർക്കെതിരെ കേസ്. ഓടുന്ന ബസ്സിൽ വീട്ടമ്മയും മകളും പീഡിപ്പിക്കപ്പെട്ട കേസിൽ ഇതുവരെ അറസ്റ്റിലായത് കണ്ടക്ടറും ക്ലീനറും ഉൾപ്പെടെ 4 പേർ. ബസ്സിൽ നിന്ന് എടുത്തെറിയപ്പെട്ട 14കാരി മരിച്ചത് റോഡിൽ തലയിടിച്ച്. സംഭവം മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലിന്റെയും ഉപമുഖ്യനായ മകൻ സുഖ്ബീർ സിംഗിന്റെയും ഉടമസ്ഥതയിലുള്ള ബസ്സിൽ. ഇരുവരുടെയും രാജ്യാവശ്യവുമായി കോൺഗ്രസും ആം ആദ്മിയും. ക്രൂരപീഡനത്തിനിരയായ വീട്ടമ്മ ഗുരുതരാവസ്ഥയിൽ. സംഭവത്തിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് വിശദീകരണം തേടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കണമെന്ന് പഞ്ചാബ് കോൺഗ്രസ്. കടൽ കോരാൻ കേന്ദ്ര വിലക്ക്. കേരളം ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിൽ 61 ദിവസത്തെ സമ്പൂർണ്ണ മീൻപിടുത്ത നിരോധനം ഏർപ്പെടുത്തി കേന്ദ്ര കൃഷി മന്ത്രാലയം. നിയന്ത്രണം ജൂൺ 1 മുതൽ ജൂലൈ 31 വരെ. കേരളത്തിൽ സമ്പൂർണ്ണ മീൻപിടുത്ത നിരോധനം ഇതാദ്യം. യന്ത്രവൽകൃത ബോട്ടുകളും അല്ലാത്തവയും നിയന്ത്രണ പരിധിയിൽ. നിരോധനം ഏർപ്പെടുത്തുന്നതിനുള്ള കേന്ദ്രത്തിന്റെ അധികാര പരിധി ആഴക്കടലാണെന്നിരിക്കെ സംസ്ഥാന പരിധിയിലുള്ള തീരക്കടലിനും പുതിയ തീരുമാനം ബാധകമെന്ന് കൃഷി മന്ത്രാലയം. സർക്കാർ പുറത്തിറക്കിയ സർക്കുലറിൽ വിദേശ കപ്പലുകളെ ഒഴിവാക്കി. യന്ത്രവൽകൃത ബോട്ടുകൾ നിയന്ത്രണ പരിധിയിൽ ഉൾപ്പെടുത്തിയ സർക്കാർ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ. ഇന്ന് മരണപ്പോരാട്ടം. IPL 2ാം പാദ മത്സരങ്ങൾ ആവേശത്തിലേക്ക്. ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഡൽഹി പഞ്ചാബിനെ നേരിടുന്നു. പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാരായ ഇരു ടീമുകൾക്കും ജയം അനിവാര്യം. 2ാം മത്സരത്തിൽ രാജസ്ഥാന്റെ എതിരാളി മുംബൈ ഇന്ത്യൻസ്. റോയൽസിന്റെ കഴിഞ്ഞ 2 കളിയും മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. ഇന്നിറങ്ങുന്നത് സീസണിലെ 6ാം ജയം തേടി. രാജസ്ഥാനെ നേരിടാൻ ഇറങ്ങുന്ന മുംബൈക്ക് ജയം അനിവാര്യം. കഴിഞ്ഞ 7 കളികളിൽ നിന്ന് ജയിക്കാനായത് 2 തവണ. മുംബൈ നിരയെ വലച്ച് ബാറ്റ്സ്മാൻമാരുടെ മോശം ഫോം. ഓൺമി ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.